വിവാഹത്തിന് പലരും നക്ഷത്രപ്പൊരുത്തം നോക്കാറുണ്ട് അല്ലേ? എന്നാൽ ചില നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്നാൽ ദോഷമാണ് ഫലം. അത്തരത്തിൽ ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നക്ഷത്രപ്പൊരുത്തത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനപ്പൊരുത്തം. എന്നാൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ കൂടുതലായും മനപ്പൊരുത്തമല്ല നക്ഷത്രപ്പൊരുത്തമാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ജനന സമയവും രാശിയുമെല്ലാം അനുസരിച്ചാണ് പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ പല നക്ഷത്രങ്ങൾക്കും പൊതുവായ ഫലങ്ങളുണ്ട്. ഇതിൽ ചില പ്രത്യേക നക്ഷത്രങ്ങൾ കൂട്ടിച്ചേർത്താൽ നല്ലതിനു പകരം വിപരീതമായി ദോഷമായിരിക്കും ഫലം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഭാര്യ മകയിരം നക്ഷത്രവും ഭർത്താവ് ആയില്യം നക്ഷത്രക്കാരനല്ലെങ്കിൽ ഭരണി നക്ഷത്രക്കാരനാണെങ്കിൽ ഇങ്ങനെയുള്ളവർ തമ്മിലുള്ള കുടുംബജീവിതം അത്ര നല്ലതാകില്ല. ഇവർ തമ്മിൽ പരസ്പരം വഴക്കും അടിയുമൊക്കെ ആയിരിക്കും ഫലം. എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വരണമെന്നില്ല, പക്ഷേ 80% ഫലം ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ആയില്യം, മകീര്യം, പൂരം നക്ഷത്രങ്ങളും പരസ്പരം ചേരില്ല. ഇവർ ഒത്തുചേർന്നു പോകില്ല. ഇനി ദോഷമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, തൃക്കേട്ട എന്നിവ വേദദോഷമുള്ള നക്ഷത്രങ്ങളാണ്. ഇതും ഒത്തുചേരാൻ നല്ലതല്ല. ഭരണി, അനിഴം എന്നിവ ഒത്തുചേർന്നു പോയാലും ദുരിതങ്ങൾ ധാരാളമുണ്ടാകും. വിശാഖം, കാർത്തിക എന്നീ നക്ഷത്രങ്ങളും ചേരുന്നത് നല്ലതല്ല. ഇവർക്കെപ്പോഴും പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്, ഇതുപോലെയായിരിക്കും ഇവരുടെ സ്ഥിതി. അതുപോലെ രോഹിണി, ചോതി നക്ഷത്രങ്ങളും ചേർന്ന് പോകാത്തവയാണ്. ഇവർ ചേർന്നാൽ സന്താന ദുരിതമാണ് ഫലം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെ അകാരണ കലഹമെന്നും പറയും. അടുത്തത് വിവാഹമോചനത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ്. മകം, രേവതി നക്ഷത്രങ്ങളാണ് വിവാഹമോചനത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാർ 1 വർഷം കഴിയും മുൻപ് ഡിവോഴ്സ് ആകാനുള്ള സാധ്യത ഏറെയാണ്. ഇതുപോലെ മധ്യമരഞ്ജു വരുന്ന നക്ഷത്രങ്ങളുമുണ്ട്. ഇവർക്ക് സന്താന ഭാഗ്യക്കുറവിന് ഇടയുണ്ടാകും. ഇവർ ഭരണി, മകീര്യം, പൂയം, പൂരം, പൂരാടം, അവിട്ടം, ചിത്തിര, അനിഴം, ഉത്രട്ടാതി നാളുകളായിരിക്കും. ഈ നാളുകൾ തമ്മിലുള്ള വിവാഹമാണ് നടക്കുന്നതെങ്കിൽ ഫലം നല്ലതായിരിക്കുകയില്ല.